നടനും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിൽ ഒരു യുഗം കൂടി അവസാനിക്കുകയാണ്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിന് വിട. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയായി. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതങ്ങളും വേവലാതികളും സൂക്ഷ്മമായി തന്നെ ആവിഷ്കരിക്കപ്പെട്ടിരുന്നു. ഡയാലിസിസിനായി കൊണ്ടുപോകവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30 അവിടെ വച്ചായിരുന്നു അന്ത്യം. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്ക് നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. ഭാര്യ വിമല, മക്കൾ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. ദീർഘനാളായി അസുഖബാധിതനായി ഉദയംപേരൂരിലെ വീട്ടിൽ ചികിത്സയിലായിരുന്നു. പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. 1986 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്ത് ജനിച്ചു. സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ തമിഴ്നാടൻ ത്യാഗരാജനു വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച സാംബശിവന് ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു. കുറച്ചു ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി. പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ശ്രീനിവാസൻ. ജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ അനുഭവിക്കുകയും ആ അനുഭവങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും അവയുടെ പ്രേരണയാൽ തന്റെ കലാസൃഷ്ടിയെ മൂർത്തമാക്കുകയുമായിരുന്നു ശ്രീനിവാസൻ. കൈപ്പേറിയ ബാല്യവും തിക്തമായ ജീവിതാനുഭവങ്ങളുമുള്ള എല്ലാവരും ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കാൻ മെനക്കെടണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും ദൈനംദിന അനുഭവവേദ്യമാകുന്നതുമായ പല രസങ്ങളിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നൈരന്തര്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ജീവിതത്തിന്റെ ഉപ്പിനെ, സത്യത്തെ തൊട്ട് കാണിക്കാനുള്ള എളിയ ശ്രമം, ആ ശ്രമമെങ്കിലും നടത്തുന്നത് നല്ല ലക്ഷണമാണ്. അത് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾക്ക് ജീവൻ പകരുന്നുണ്ട്. ശ്രീനിവാസൻ തന്റെ സിനിമകളിലൂടെ ശ്രമിച്ചതും അതുതന്നെയാണ്. ജീവിതാനുഭവങ്ങളുടെ അലകടലിൽ നിന്ന് തിരയടിക്കുമ്പോഴാണ് ശ്രീനിവാസന്റെ ചിരികൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. ശ്രീനിവാസനിൽ ചിരിയില്ലാത്ത സംഭാഷണങ്ങളില്ല. ശ്രീനിവാസനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലും വിശകലനങ്ങളിലും വിമർശനങ്ങളിലുമൊക്കെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണുള്ളത്. ജീവിതത്തിലും നർമ്മത്തിന്റെ മേമ്പൊടി ചേർക്കാൻ ശ്രീനിവാസൻ മടിച്ചില്ല. പൊഴിഞ്ഞു വീഴുന്ന ചിരിക്കുടന്നുകളുടെ ഉള്ളിലേക്ക് കാതോർക്കുമ്പോൾ പിന്നിട്ട വഴികളിൽ പെയ്തിറങ്ങിയ സങ്കട പെരുമഴയ്ക്ക് ശേഷമുള്ള മഴപ്പെയ്ത്ത് കേൾക്കാം. അറിയാതെ തിരക്കഥാകൃത്താവുകയും അറിഞ്ഞ് സംവിധായകനാവുകയും അറിഞ്ഞ് അഭിനയിക്കുകയും ചെയ്ത ശ്രീനിവാസൻ മലയാളികളുടെ സിനിമാ കാഴ്ചകൾക്ക് ഏറെ രസം പകർന്നു. ജനപ്രിയ സിനിമ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചില പടപ്പുകൾ സിനിമയുടെ മൂല്യബോധത്തെ തന്നെ തകർത്ത് കളയുന്നുണ്ട്. അത്തരം സിനിമാ ധാരണങ്ങളെ പൊളിച്ചെഴുതാനും അവതർമ്മിക്കാനും ശ്രമിച്ച സിനിമാക്കാരനാണ് ശ്രീനിവാസൻ. ജനപ്രിയ സിനിമകളുടെ കളങ്കിത ഭാവങ്ങളെ പ്രതിരോധിക്കുകയും അവയുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് തന്റെ ജനപ്രിയ ബദലുകളിലൂടെ സിനിമയുടെ ശാക്തികമായ ഒരു തലം പടുത്തുയർത്തിയ അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെടുന്ന കലാകാരന്മാർ സമൂഹത്തിലെ പ്രശ്നങ്ങളോടും രാഷ്ട്രീയത്തോടുമൊക്കെ പുറംതിരിഞ്ഞു നിൽക്കണമെന്ന ആപ്തവാക്യവും ശ്രീനിവാസന് ബാധകമായില്ല. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമാ ലോകത്തിലെ വ്യത്യസ്തനായിരുന്നു ശ്രീനിവാസൻ.